ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്രിസ്മസിനുള്ളൊരു കേക്കായിട്ടാണ്. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ക്രിസ്മസിന്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം ഞാൻ കേക്കിൻ്റെ ഒരു പാത്രം, ഒരു സ്റ്റീൽ പാത്രം, കേക്ക് ടിന്നല്ല കേട്ടോ, അത് ഒരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ അതിൽ റൗണ്ടിൽ പേപ്പർ കട്ട് ചെയ്തു, അതിൻ്റെ ചുറ്റും പേപ്പർ ആക്കി വെച്ച് ഓയിലൊക്കെ തൂവി കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ്, അതായത് 250 ml കൊള്ളണ ഒരു ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്തു. അപ്പോൾ ഏത് ഗ്ലാസ്സാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതേ അളവിൽ തന്നെ എല്ലാം എടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് മാവിന്, മൈദമാവിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് കാരമൽ ചെയ്യാനായിട്ടൊരു തവ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ പഞ്ചസാര പകുതി എടുത്തിട്ട് ഈ തവയിലിട്ടു. പിന്നെ അതൊന്ന് അങ്ങനെ ഉരുകി വരാൻ വേണ്ടിയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ അങ്ങനെ അരിഞ്ഞു തുടങ്ങിയിട്ട് പഞ്ചസാര. അപ്പം അതങ്ങനെ ചെറുതായിട്ട് ഉരുകിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഉരുകി വരുമ്പോൾ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കളർ മാറി വരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി അതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ അത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നല്ല കളറായി വരുന്നുണ്ട്. അധികം കളർ കൂടാൻ പാടില്ല, അപ്പോൾ കയ്പ്പ് രസം വരും. അപ്പോൾ കയ്പ്പ് രസം വരാണ്ടിരിക്കാനുള്ള രീതിയിൽ നല്ല ബ്രൗൺ കളറാവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ അത് വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ആവി മേപ്പിട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ മാറ്റി വെച്ചതാണ്. അപ്പോൾ അപ്പോൾ നല്ല കട്ടൻ ചായയുടെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം തിളച്ച് ഒന്ന് വറ്റണം. അതിലേക്ക് ഞാൻ കറുത്ത മുന്തിരിയാണ് ഇടുന്നത്. ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ കറുത്ത മുന്തിരി മാത്രമേ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കണുള്ളൂ. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നല്ല കുതിർന്ന ഒരു ഇതിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ടൂട്ടി ഫ്രൂട്ടി യെല്ലോ കളറും റെഡും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള കളർ കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. കറുത്ത മുന്തിരി ഒരു പിടി എടുത്തിട്ട് അതിലിട്ടുണ്ട്. അത് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം കിടന്ന് വെള്ളത്തിൽ ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് അതിലിട്ടുണ്ട്. അപ്പം അത് നല്ലോണം വെന്ത് വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാം, ഇറക്കി മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ കേക്കിനുള്ള ഒരു മസാല, ഒരു കരയാമ്പൂവ്, 4 കരയാമ്പൂ, ഒരു ജാതിക്ക, ഒരു കഷ്ണം പട്ട എല്ലാം കൂടിയിട്ട് പൊടിക്കാൻ, പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര പൊടിച്ചു വെച്ചു. അതിൽ കൂടെ ഓയിലും കൂടി ഒഴിച്ച് ചേർത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗൾ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയിൽ ഈ ഓയിൽ, 3/4 ഗ്ലാസ് ഓയിൽ, ഇപ്പോൾ ഏത് മാവ് എടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ഓയിലുണ്ട്. അത് പഞ്ചസാര കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ കട്ടയൊക്കെ ഉടച്ച് വയ്ക്കുക. അത് വേണമെങ്കിൽ ഒന്ന് ജാറിലൊന്ന് മിക്സിയിലൊന്ന് കറക്കിയാലും മതി. അപ്പം ഞാൻ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്കിയാൽ പുറത്തേക്ക് പോകും. അത് കാരണം കൊണ്ട് ചെറിയ ജാർ എടുക്കാന്ന് വെച്ചാൽ പഞ്ചസാരൊക്കെ ഒന്ന് നന്നായി പൊടിയാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ബീറ്ററൊന്നും വേണമെന്നില്ല, വെറുതെ മിക്സിയിൽ അടിച്ചാലും മതി. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇതുണ്ട്, ബ്ലെൻഡർ ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ആ ബ്ലെൻഡർ കൊണ്ടൊന്ന് ലൂസാക്കി എടുത്തു. പിന്നെ ഒരു ഗ്ലാസ് മൈദമാവ് അരിപ്പയിലേക്ക് ഇട്ടു. 1 ടീസ്പൂണ് സോഡ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി അതിൽ അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു. അപ്പോൾ അരിച്ച് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ പൊടികൾ, സോഡയും അപ്പസോഡയും പിന്നെ ഉപ്പ് എല്ലാം കൂടി അതായി വരാനായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു.
പിന്നെ ആ മാവിലേക്ക് മുട്ട അടിച്ചു വെച്ചതിലേക്ക് പഞ്ചസാരയും എണ്ണയും കൂടിയിട്ടുള്ള കൂട്ട് ചേർത്തു കണ്ടോ. അതിൽ നന്നായിട്ട് ചേർത്തു. പിന്നെ മാവ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. ഒന്നങ്ങനെ അധികം കുത്തി മറിക്കാൻ പാടില്ല. ഒരേ ലെവലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആക്കരുത്. ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു വരണം. കട്ട വരാൻ പാടില്ല. കട്ടില്ലാണ്ട് അങ്ങനെ മാവ് ഇളക്കിയെടുക്കുക. പിന്നെ ബാക്കിയുള്ള മാവും കൂടി അങ്ങനെ ചേർത്തു. പിന്നെ ഒരു തരി മാവ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, ബദാം, ടൂട്ടി ഫ്രൂട്ടി, യെല്ലോ റെഡും കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതും ബദാമും ചെറുതായി കഷ്ണങ്ങളാക്കിയതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഈ പൊടിയിൽ ഒന്ന് ഇളക്കി ഇതിലേക്ക് അടിയിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാവിൽ. അപ്പോൾ അങ്ങനെ പൊടിയിലിട്ടിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചേർത്തിട്ടുള്ളത് ചെറുനാരങ്ങയുടെ തോട്, അത് മെല്ലെ ഒരു ആ മഞ്ഞ കളറുള്ളത് മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. കുറച്ചായി വെള്ളം എനിക്ക് കിടക്കാൻ പാടില്ല, അപ്പോൾ കയ്പ്പ് രസം വരും. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല, കാണാനില്ല. പിന്നെ കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. ഇപ്പോൾ കുതിർത്തി വെച്ചിട്ടുള്ള മുന്തിരി, കറുത്ത മുന്തിരി, അത് മാത്രം എടുത്തിട്ട് ഞാൻ വെള്ളത്തിൻ്റെ ഇത് നോക്കിയിട്ട് വെള്ളം കുറച്ചും കൂടി ശർക്കര പഞ്ചസാര ഒരു പൊടിയും കൂടി മാറ്റാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കൂടുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ മുന്തിരി മാത്രം എടുത്തിട്ടു. പിന്നെ വാനില എസൻസും ചേർത്തു. അങ്ങനെ കൂട്ടി വന്നപ്പോൾ പിന്നെ കാരമല് അത് അതിൽ പാകമായി വന്നു. കുറച്ചായിട്ട് ചേർത്തിട്ട് കാരമല് നല്ല പാകമായി. അപ്പോൾ അത് ഇനി ആ ടിന്നിലേക്ക് ഒഴിക്കുക. അങ്ങനെ അത് ടിന്നിലൊഴിച്ചു. പിന്നെ സാധാ അടുപ്പിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രം, പഴയ അലുമിനിയത്തിൻ്റെ ഒരു ഇഡ്ഡലി പാത്രം ഉണ്ട്. അതിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ പാത്രങ്ങളൊക്കെ മൂടുന്ന ഒരു സ്റ്റീലിൻ്റെ മൂടിയുണ്ട്. അത് ഇറക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിറക്കി വെച്ചിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഴയ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയിൽ വെച്ചു. അപ്പോൾ അടുപ്പിലാണ് കത്തിച്ചിട്ടുള്ളത് കേട്ടോ. 3/4 മണിക്കൂർ കൊണ്ടൊക്കെ, ഗ്യാസിലൊക്കെ ആണെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ വേവും. ഇതിപ്പോൾ കുറച്ച് നേരം തീയൊന്ന് സ്ലോ ആയി കിടന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പം 1 മണിക്കൂർ എടുത്തു ഇത് ശരിക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഉണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ച് ഒരു പകുതി വേവായിട്ട് അതിൻ്റെ മീതെ വെക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് വീർത്ത് വരുമ്പോൾ ഉള്ളി പോവും. അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചു. കേക്ക് മുഴുവൻ കഷ്ണങ്ങളാക്കി വെച്ചു. വേണ്ട, നല്ല സോഫ്റ്റ്. അപ്പം അങ്ങനെ നല്ല സോഫ്റ്റായും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.